അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ ഇ.പി. ജയരാജൻ പാട്ട് തിരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ല എന്നതിനോടൊപ്പം തന്നെ ഈ പാട്ട് ഒരു പ്രശ്നമല്ല എന്നുകൂടി പറയുന്നുണ്ടോ? തീർച്ചയായും സ്മൃതി, തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ട്രെൻഡിംഗ് ആയിരുന്നു ഈ പാരഡി ഗാനം. അത് CPM-നെതിരെയുള്ള ഒരു ആയുധമാക്കി കോൺഗ്രസും ലീഗും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തന്നെ ഇതിനെതിരെ, ഈ പാട്ടിനെതിരെ രംഗത്തെത്തിയതാണ്. അതൊരു CPM-ന്റെ നിലപാടായി മാറുകയും ചെയ്തതാണ്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിറക്കിയ പാട്ടാണിത്, പാരഡി ഗാനമാണ് എന്നുള്ളതായിരുന്നു പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറിയുടെ തന്നെ വാദം, ആരോപണം. പക്ഷേ EP അതിനെ അങ്ങനെ കാണുന്നില്ല. ആദ്യം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് താൻ ഈ പാട്ട് കേട്ടിട്ടില്ല, പക്ഷേ ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ല CPM-ന്റെ രാഷ്ട്രീയം, തങ്ങൾ കടന്നു വന്ന രാഷ്ട്രീയ വഴി അങ്ങനെയല്ല എന്നാണ് EP ജയരാജൻ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു പാട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയും എന്നും താൻ കരുതുന്നില്ല എന്നും EP ജയരാജൻ പറയുന്നുണ്ട്. അതിന്റെ നിയമവശത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അതിലൊരു കേസ് വരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് പോലീസിലേക്ക് ഒരു പരാതി പോയിട്ടുണ്ട്, DGPക്ക് പരാതി കൈമാറിയിട്ടുണ്ട് ചിലർ, അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ, പോലീസാണ് ഇനി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ എക്കാലത്തും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പലപ്പോഴും ശബ്ദമുയർത്തുന്നതാണ് ഇടതുപക്ഷം. CPM തന്നെ ആ രീതിയിൽ പാട്ടുകളും സിനിമകളും ഒക്കെ വരുമ്പോൾ പിന്തുണയുമായി രംഗത്തെത്തുന്നതാണ്. പക്ഷേ ഈ പാട്ടുമായി ബന്ധപ്പെട്ട്, പാരഡി പാട്ടുമായി ബന്ധപ്പെട്ട് CPM നേതാക്കളുടെ നിലപാട് വന്നതിന് പിന്നാലെ എവിടെയാണ് CPM-ന്റെ ആവിഷ്കാരത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന ചോദ്യം ഉയർന്നിരുന്നു. അതിനും ഇപ്പോൾ EP ജയരാജൻ ഒരു മറുപടി പറയുന്നു. തങ്ങളെപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമാണ്. ഈ രീതിയിലുള്ള ഒരു ഗാനം പുറത്തിറങ്ങി എന്ന് വെച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗാനം ഉണ്ടായി, പാരഡി ഗാനം ഉണ്ടായി എന്നത് വെച്ച് തങ്ങൾക്കതൊരു രാഷ്ട്രീയമായി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടേ ഇല്ല, ആ രീതിയിലുള്ള പ്രചാരണം ശരിയല്ല എന്നും EP ജയരാജൻ പറയുകയാണ്. സ്മൃതി. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.